ഹലോ വെൽക്കം ബാക്ക് ടു എക്സലന്റ് അക്കാഡമിക്സ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഫ്ലോ ചാർട്ടുകളാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഫ്ലോ ചാർട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ആ ഫ്ലോ ചാർട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ട് തീരുന്നതിലൂടെ നിങ്ങൾക്ക് പഠിച്ചു പോവാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഫീവർ അല്ലെങ്കിൽ പനി വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്? ഒരു പനി വരുന്ന സമയത്ത് നമ്മുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വരിക? പനി വരിക. അപ്പൊ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ്, പാത്തജൻസ് എൻ്റർ ദി ബോഡി അല്ലെ, രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പാത്തജൻസ്, ഈ രോഗാണുക്കള് സർട്ടൻ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. മനസ്സിലായോ? രോഗാണുക്കളുടെ ശരീരത്തിൽ നിന്നാണ് ആദ്യം എന്ത് റിലീസ് ചെയ്യുന്നത്? കെമിക്കൽസ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ രോഗാണുക്കളുടെ ശരീരത്തിൽ നിന്ന് കെമിക്കൽസ് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസുകളെ അല്ലെ, രോഗാണുക്കള് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വെളുത്ത രക്താണുക്കളെ അതെന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. അതിങ്ങനെ ആക്ടിവേറ്റ് ആക്കും അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും കൂടെ ഓടി വരും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഈ പാത്തജൻസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഓടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുകയും ഈ പാത്തജൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ, നമുക്കറിയാം കയറുന്ന വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഒക്കെ ഭയങ്കര മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതാണ് അല്ലെ. 1 2 ആവുന്നു, 2 4 ആവുന്നു, അങ്ങനെ 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 പെട്ടെന്ന് വെറ്റി വരികാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ആര് കുറയ്ക്കുന്നു? നമ്മുടെ ഈ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസുകൾ കുറയ്ക്കുന്നു. ആസ് എ റിസൾട്ട് അവിടെ എന്താവുന്നു? അവരെ കൊല്ലാനും അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് അല്ലെ, ഫാഗോസൈറ്റോസിസ് വിഴുങ്ങുക, എൻഗൾഫ് ചെയ്യുന്ന ഒരു പ്രോസസ് അതും നടക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തേക്ക് പാത്തജൻസ്, രോഗാണു വരുന്നു. രോഗാണുവിന്റെ ശരീരത്തിൽ നിന്ന് കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം വൈറ്റ് ബ്ലഡ് സെൽസുകളെ ആക്റ്റീവ് ആക്കുന്നു. വൈറ്റ് ബ്ലഡ് സെൽസ് ഓടി വരുന്നു. ഓടി വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുന്നു. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നു. അടുത്ത മക്കളെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മുടെ മലേറിയനെ പറ്റിയിട്ടുള്ളത് അല്ലെ. എന്താണ് മലേറിയയിലെ പാത്തജൻ എന്ന് പറയുന്നത്? അത് എന്തായാലും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പാത്തജൻ, രോഗകാരി എന്ന് പറയുന്നത് ആരാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന വൈറസ് ആണ് അല്ലെ, പ്ലാസ്മോഡിയം ആണ്. അതുപോലെ തന്നെ വെക്ടർ, ഇത് പരത്തുന്നത് ആരാണ്? വെക്ടർ, വാഹകൻ ആരാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അതുപോലെ തന്നെ ഇത് ആരിലേക്കാണ് ഈ അസുഖം പകരുന്നത്? ഹോസ്റ്റ് ആരാണ് അല്ലെ, ആരാണ്? നമ്മൾ ഹ്യൂമൻസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പാത്തജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ശരീരത്തിലൂടെ വരും? കൊതുകിന്റെ ശരീരം, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ ശരീരത്തിലൂടെ വന്ന് മൊസ്കിറ്റോ നമ്മളെ കടിക്കുന്ന സമയത്താണ് ഈ പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും നോക്കി വെച്ചുകൊണ്ട് പോവാ മക്കളെ. അടുത്തൊരു മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പാത്തജനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറസോ ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫാഗോസൈറ്റുകൾ, ഫാഗോ മീൻസ് എൻഗൾഫ് ചെയ്യുന്ന, വിഴുങ്ങുന്ന, സൈറ്റ് മീൻസ് സെല്ല് അല്ലെ. അപ്പൊ വിഴുങ്ങുന്ന ആ ഒരു സെല്ല് വന്ന് എങ്ങനെയാണ് ഈ പാത്തജനെ വിഴുങ്ങുന്നത് എന്നുള്ള ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താണ് സംഭവിക്കുക? ആദ്യം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പാത്തജൻ ഇരിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ പാത്തജന്റെ അടുത്തേക്ക് ആരിങ്ങനെ വരും? ഇങ്ങനെ നിരങ്ങി നമ്മുടെ ഫാഗോസൈറ്റുകൾ വരികയാണ്. ഈ ഫാഗോസൈറ്റുകൾ വന്നിട്ട് ഈ പാത്തജനെ അതിന്റെ മെംബ്രേനിയസ് സാക്കിലേക്ക്, അതിന്റെ ചുറ്റുമുള്ള സാക്കില്ലേ, ആ മെംബ്രേനിയസ് സാക്കിലേക്ക് ഇങ്ങനെ അതിനെ പൊതിഞ്ഞ് ആവരണം ചെയ്ത് വെക്കും, എൻഗൾഫ് ചെയ്ത് വെക്കും. ഈ മെംബ്രേനിയസ് സാക്ക് എന്നിട്ട് ലൈസോസോമുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഈ ലൈസോസോമിനകത്ത് എന്തുണ്ടടാ? കുറച്ച് എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈമിനെ ആ ലൈസോസോം റിലീസ് ചെയ്യും. ആസ് എ റിസൾട്ട് പാത്തജനെ കൊല്ലുകയും ചെയ്യുന്നു. ഇനി ഈ പാത്തജനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങൾ കാണില്ലേ, റെമിനൻസ് കാണില്ലേ, ആ റെമിനൻസ് എക്സ്പെൽ ചെയ്ത് കളയുന്നു. ഈ ഒരു ഫ്ലോ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫ്ലോ ചാർട്ടായിട്ട് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. എന്താണ്, ഓർഡർ ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ഏതാണ് ഫസ്റ്റ് വരുന്ന പോയിന്റ്, ഏതാണ് സെക്കൻഡ് വരുന്ന പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ ഡിസോർഡർ ആയിട്ടൊക്കെ തന്നിട്ട് നമുക്ക് എഴുതാനൊക്കെ ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഇനി
ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. പ്രീവിയസ് ഇയർ വന്ന മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു മോഡൽ ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എങ്കിൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂ. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത മക്കളെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഫ്ലോ ചാർട്ടായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ഇതല്ലാണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വൺ വേർഡ് ആയിട്ടൊക്കെ നമുക്ക് ചോദിച്ച് ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ബോഡിയിലെ നോർമൽ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുന്നത് 70 to 110 ml ആണ് അല്ലെ. 70 to 110 mg/100 ml ആണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കണക്കെന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കണക്കെന്ന് പറയുന്നത്. ഈ ഒരു കണക്കിൽ കാലം നമ്മുടെ ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യണോ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണോ? ഒബ്വിയസ്ലി അവിടെ എന്ത് പ്രൊഡക്ഷൻ ആയിരിക്കും കൂടുന്നത്? ഇൻസുലിൻ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഡയബറ്റീസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് കോമൺ ആലോചിച്ചാൽ മതി, എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇൻസുലിൻ ആണ്. അപ്പൊ അവിടെ ഇൻസുലിന്റെ അളവാണ് കൂടേണ്ടത്, ഗ്ലൂക്കഗോണിന്റെ അളവ് എന്താണ്, കുറയും. ഇനി നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു നോർമൽ ലേറ്റിനെക്കാളും നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞുപോയെങ്കിൽ എന്ത് സംഭവിക്കൂടാ? അവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയണം, ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടണം. ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ എന്തിനാ മക്കളെ കൂടുകയെന്ന് അറിയാലോ. എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്ലൂക്കഗോണിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കുറയുന്ന സമയം നമ്മുടെ ബോഡിയിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന സമയത്ത് ഗ്ലൂക്കഗോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കഗോണിൽ നിന്ന് ഗ്ലൂക്കോസ് പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ബോഡിയിൽ നോർമലാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ആലോചിക്കുക, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ലെവലിൽ ഗ്ലൂക്കോസ് കൂടിയാൽ അവിടെ പ്രൊഡക്ഷൻ കൂടുന്നത് ഇൻസുലിനും, കുറഞ്ഞാൽ അവിടെ കൂടുന്നത് ആരാണ്? ഗ്ലൂക്കഗോണും ആണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് വെക്കുക. തെറ്റിപ്പോവരുത്. ഇതെന്തായാലും നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ്. അപ്പൊ ആരും സ്കിപ്പാക്കി കളയരുത്. വളരെ എളുപ്പമാണ്. കോമൺ ലോജിക്ക് വെച്ചൊന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതിയാവും. മക്കളെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വിങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. ഇതും കറക്റ്റ് ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഇത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ്. സോ ആരും സ്കിപ്പ് ചെയ്തേക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ശരീരത്തിൽ ഒരു കട്ട് വരുന്ന സമയത്ത്, ഒന്ന് മുറിയുന്ന സമയത്ത് എങ്ങനെയാണ് ജേംസ് അകത്തേക്ക് കയറുന്നത്, അതുപോലെ ഈ കയറിയ ജേംസിനെ എങ്ങനെയാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പുറന്തള്ളി വിടുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു എന്ന് വിചാരിക്കുക. മുറിവ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ മുറിവിലൂടെ, ഈ കട്ടിലൂടെ, വൂണ്ടെന്ന് വെച്ചാൽ മുറിവ് അല്ലെ, മുറിവിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ജേംസ് അകത്തേക്ക് കയറുന്നു. ജേംസ് എൻറ്റർ ത്രൂ ദി വൂണ്ട്സ് അല്ലെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. 2, എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ജേംസ് അകത്തേക്ക് കയറിയ ആസ് എ റിസൾട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യടാ? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യൂലേ, രാസവസ്തുക്കൾ അവിടെ എന്ത് ചെയ്യുന്നു? പുറപ്പെടുവിക്കുന്നു. അങ്ങനെ രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെയാണ് മുറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസ് എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പെരുകി നീരാവാനായിട്ട് തോന്നും അല്ലെ, തുടങ്ങും അല്ലെ. അപ്പൊ ഇങ്ങനെ അത് നീരാവുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു നമ്മുടെ മെക്കാനിസമാണ്, ഡിഫൻസ് മെക്കാനിസമാണ്. ഈ ഒരു ജേംസിനെ എന്ത് ചെയ്യുക? എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് കൊന്നു കളയാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമുക്ക് കയ്യോ കാലോ ഒക്കെ മുറിയുമ്പോൾ അവിടെ എന്ത് വരിക? നീര് വരിക. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. രക്തലോമികൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നത് കൊണ്ടാണ്. ഇനി നമ്മുടെ രക്തലോമികൾ വികസിച്ചാൽ ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്താല് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ ആ വൂണ്ടുള്ള സ്ഥലത്തേക്ക് ഓടി വരും അല്ലെ. അവര് നമ്മളെ രക്ഷിക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് നേരെ ഓടി ഇങ്ങെത്തും. ഓടി എത്തിയിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിലുള്ള ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും നമ്മുടെ ഈ ജേംസിനെ എൻഗൾഫ് ചെയ്യുകയും വിഴുങ്ങുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കും? ആദ്യം നമ്മുടെ ശരീരത്തിൽ ജേംസ് കയറുന്നു. ജേംസ് കയറിയാൽ അവിടെ കെമിക്കൽസ്, രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ് ചെയ്യുന്നു അല്ലെ. എന്താണ്? രക്തരോമികൾ വികസിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് ഈ സ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ അവന്മാരിൽ ആരുണ്ട്? ന്യൂട്രോഫിലുകളും മോണോസൈറ്റുകളും ഉണ്ട്. അത് രോഗാണുവിനെ വിഴുങ്ങുകയും പുറന്തള്ളി കളയുകയും ചെയ്യുന്നു. ഇതെന്തായാലും പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്.
എളുപ്പമാണ് മക്കളെ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കാൻ നമുക്ക് ഈ ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ മക്കളെ, നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം എങ്ങനെയാണ് കട്ട പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കയറിയ ജേംസിനെ നമ്മളിപ്പോ എന്ത് ചെയ്തു, മോണോസൈറ്റുകളും ന്യൂട്രോഫിലും ഒക്കെ വന്നിട്ട് അങ്ങ് എക്സ്പെൽ ചെയ്ത് പുറന്തള്ളി വിട്ടു. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ അതില്ല. പക്ഷെ നമ്മുടെ ശരീരത്തുണ്ടായ മുറിവ് ഉണങ്ങണ്ടേ? മുറിവിൽ കൂടെ ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരുന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ അവിടെ രക്തം കട്ട പിടിക്കണം അല്ലെ. രക്തം ഇനി അധികമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടമാവാൻ പാടില്ല. അപ്പൊ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. ഒന്നുമില്ലടാ, ആദ്യം ആലോചിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഡെഡ് സെല്ലിൽ നിന്നാണ്. അതായത് നമ്മുടെ ശരീരം മുറിയൂലേ, മുറിയുന്ന അവിടുത്തെ സെല്ലുകൾ എന്തായി, ഡെഡായി, ഇല്ലാണ്ടായി. അതിന് പ്രത്യേകിച്ച് ഫങ്ഷനിങ് ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല, മരിച്ചുപോയത് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഡെഡ് സെല്ലുകളിൽ നിന്ന് എന്താദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്ലേറ്റ്ലെറ്റ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് രണ്ടാമത് ത്രോംബിൻ എന്ന് പറയുന്ന, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ചെന്നിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. എന്താക്കി മാറ്റുന്നു? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ ചെന്നിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫിലമെന്റുകളാക്കി മാറ്റുകയും ബ്ലഡ് ക്ലോട്ട് നടക്കുകയും ചെയ്യുന്നു. സിമ്പിളാണ്, ഒന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഡെഡ് സെല്ലുകളിലാണ്. ഈ ഡെഡ് സെല്ലിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫസ്റ്റ് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ്, പ്ലേറ്റ്ലെറ്റിൽ നിന്ന് എന്ത് വരുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം വരുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഇനി ഈ ത്രോംബിൻ ചെന്ന് എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫിലമെന്റുകളാക്കി മാറ്റുന്നു. ആ കൂടെ ഈ ഒരു കുഞ്ഞു കാര്യമേ ഉള്ളൂ. ആ പേരുകളൊന്ന് പഠിച്ചു വെച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഈ ഫിലമെന്റ് ചെന്നിട്ട്, നമ്മുടെ ഫൈബ്രൽ ഫിലമെന്റ് ചെന്നിട്ട് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് ഇങ്ങനെ കമ്പടുക്കി വെച്ച പോലെ ഇങ്ങനെ അടുക്കി വെക്കും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്റർ കൺവേർഷൻ ഒക്കെ നടന്ന് ഇന്റർ ലിങ്ക് ഒക്കെ ഫോം ചെയ്ത് ബ്ലഡ് അവിടെ ക്ലോട്ട് ആവുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇനി പ്രോത്രോംബിൻ, പ്ലാസ്മയിലുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ കെയുടെയും പ്രസൻസിലാണ്. ഒന്നുമില്ല, ജസ്റ്റ് പറ്റുമെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഈ ഒരു സ്റ്റെപ്പ്, പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ത്രോംബോപ്ലാസ്റ്റിൻ ചെന്നിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്നു. ത്രോംബിന് നേരെ ചെന്നിട്ട് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫിലമെന്റുകളാക്കി മാറ്റുന്നു. ഈ കാര്യം ഒന്ന് നോക്കി വെച്ചാൽ മതി മക്കളെ, സിമ്പിളാണ്. മക്കളെ, നിങ്ങൾ അടുത്ത കാണുന്ന ഈ ഫ്ലോ ചാർട്ടുകൾ എല്ലാം തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഫസ്റ്റ് ടേമിന് ഉണ്ടായിരുന്നതാണ്. ഹിയറിംഗ് ആയാലും ബോഡി ബാലൻസ് ആയാലും വിഷൻ ആയാലും ഒക്കെ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ നമുക്കുള്ള ഫസ്റ്റ് ടേമിലെ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു 16 മാർക്കിനോളം ചോദിക്കും എന്ന് നമുക്കിപ്പോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ടേമിൽ നിന്ന് 16 മാർക്കിന് നമുക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കാണും. അപ്പൊ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നൊക്കെ തന്നെയാണടാ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊരു ഓവറോൾ വ്യൂ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മക്കളെ. നമ്മളിത് എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഫ്ലോ ചാർട്ടുകളും കൂടി വളരെ കുറച്ച് ഫ്ലോ ചാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നിങ്ങൾ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 3 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. സോ നിങ്ങൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.